സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് കുറേയേറെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ചില ആൾക്കാർക്ക് പോലും പറയേണ്ടത് ഡിവോഴ്സിൻ്റെ വഴികളെക്കുറിച്ചിട്ടാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ചത് ഈയിടയ്ക്ക് ഒരാളാണ്. ഡിവോഴ്സ് കിട്ടാൻ എളുപ്പ വഴി എന്താണെന്നാണ് പുള്ളി ചോദിച്ചത്. പണ്ട് കുസൃതി ചോദ്യം ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ പറയും ഡിവോഴ്സ് കിട്ടാൻ എളുപ്പ വഴി കല്യാണം കഴിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയില്ല. കാരണം എനിക്കറിയാം, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കി കഴിഞ്ഞാൽ പിന്നീട് എത്രയും പെട്ടെന്ന് രണ്ട് വഴികളിലേക്ക് മാറുക എന്നുള്ളതാണ് മിക്ക ദമ്പതിമാരുടെയും ലക്ഷ്യം. അപ്പോൾ പിന്നെ കോടതിയെ സമീപിക്കേണ്ടി വരും. എങ്ങനെയാണ് ഈ കോടതി ഈ ഡിവോഴ്സിനെ നോക്കിക്കാണുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഡിവോഴ്സുകൾ പൊതുവായി രണ്ട് തരങ്ങളാണ്: കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് ആൻഡ് മ്യൂച്വൽ ഡിവോഴ്സ്. എന്താണ് ഈ കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരിൽ ഒരാൾക്ക് താല്പര്യമില്ല ഡിവോഴ്സ് നൽകുവാൻ, ഒരാൾക്ക് താല്പര്യമുണ്ട്, അയാൾ കോടതിയിൽ കേസുമായിട്ട് പോകുന്നു. ഇതാണ് കോണ്ടസ്റ്റഡ് ഡിവോഴ്സ്. കൺവെൻഷനൽ ആയിട്ടുള്ള ഡിവോഴ്സ് അതാണ്. രണ്ടാമത് ഡിവോഴ്സ് ബൈ കൺസെൻറ്റ്, മ്യൂച്വൽ ഡിവോഴ്സ്. രണ്ടുപേരും പരസ്പരം ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തുന്ന പരിപാടിയാണ്. നാച്ചുറലി അത് കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയാണ്. പുതിയ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ പണ്ട് 6 മാസമായിരുന്നെങ്കിൽ ഇപ്പോൾ കോടതിക്ക് അത് നിങ്ങളുടെ വിവാഹബന്ധം ശിഥിലമായിട്ട് വർഷങ്ങളായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെയ്വ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ അത് കിട്ടാം. ഇതൊക്കെ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ പറയും. എങ്കിലും പരമാവധി 6 മാസത്തിനപ്പുറത്തേക്ക് മ്യൂച്വൽ ഡിവോഴ്സുകൾ പോകാറില്ല. നാച്ചുറലി ഏറ്റവും നല്ല വഴി അത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോവുകയില്ല എന്ന് പരസ്പരം മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുത്ത് ഒരു ഡിവോഴ്സ് എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാക്കി, സ്ത്രീധനമൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തീർത്ത്, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം കൃത്യമായി സെറ്റിലാക്കി, പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ കൃത്യമായി സെറ്റിലാക്കി പറഞ്ഞു തീർക്കുന്നത് ഏറ്റവും സമാധാനപരമായ പരിപാടിയാണ് മ്യൂച്വൽ ഡിവോഴ്സ്. അൺഫോർച്ചുനേറ്റ്ലി മ്യൂച്വൽ ഡിവോഴ്സുകളുടെ റേഷ്യോ വളരെ കുറവാണ്. കാരണം നമുക്കറിയാം, വിവാഹബന്ധത്തിൽ പ്രശ്നം ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈഗോ എന്നൊരു സാധനം വർക്കൗട്ടാവും. ഈഗോയാണ് പിന്നെ നമ്മളെ ഭരിക്കുന്നത്. ഞാൻ ചത്താലും വേണ്ടിയില്ല, നീ രക്ഷപ്പെടരുതെന്നുള്ള ചിന്ത ഇതിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാവും. നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം കളയാൻ വരെ ഞാൻ തയ്യാറാണ്, എങ്കിലും നീ സുഖിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഭർത്താവും, എടാ പണ്ടാരക്കാല ഞാൻ ഡൈവോഴ്സ് തന്നെ കണ്ട് സുഖിക്കേണ്ട വരർത്തി പണി ചിന്തിക്കുന്ന ഭാര്യയും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെ ജീവിതവും കോടതി വരാന്തകളിൽ ഇങ്ങനെ തീരും. അയാൾ ചോദിച്ചത് ഈ കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് എത്ര നാൾ കൊണ്ട് തീരുമെന്നാണ്. പൊതുവെ വക്കീലന്മാർ പറയും, ഞങ്ങളൊക്കെ പറയും ചിലപ്പോൾ 1 വർഷം 1 വർഷം 2 വർഷം എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ്. കോടതിയുടെ പ്രോസസ്സുകളുണ്ട്, ഒരുപാട് പ്രോസസ്സുകൾ കോണ്ടസ്റ്റഡ് ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമുക്കറിയാം, കൗൺസിലിംഗ്, മീഡിയേഷൻ, പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടി വരാതിരിക്കുക, ബുദ്ധിപൂർവ്വം വരാതിരിക്കുക. 3 പ്രാവശ്യം കൺസിക്യൂട്ടീവ് വരാതിരുന്നു കഴിഞ്ഞാൽ ചില കോടതികൾ ചിലപ്പോൾ എക്സ് പാർട്ടി ഡിഗ്രി കൊടുത്തു പോലെ. പക്ഷേ ഇത് മറ്റേ പാർട്ടിക്ക് അറിയാം, അയാൾ 2 പ്രാവശ്യം വരാതിരുന്നിട്ട് 3ാമത്തെ പ്രാവശ്യം വരും, വീണ്ടും 2 പ്രാവശ്യം വരാതിരിക്കും. ഇങ്ങനെ എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകുക എന്ന അവസ്ഥയിലേക്ക് എത്തും. 10-15 വർഷമൊക്കെ ആയിട്ട് കോടതി മുറികളിൽ ഈ ഡിവോഴ്സുമായി കയറി ഇറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. സമ്മതിച്ചു കൊടുക്കില്ല, ഒരിക്കലും വിവാഹബന്ധം വേറെടുത്തുവാൻ സമ്മതിച്ചു കൊടുക്കില്ല. കൊല്ലത്തുള്ള എൻ്റെ ഒരു കക്ഷിയുടെ അവസ്ഥ ഏതാണ്? മ്യൂച്വൽ ഡിവോഴ്സിലൊക്കെ സംഭവിച്ച ശേഷം വക്കീൽ തിരികെ കയറി കൊടുക്കുന്നവരാണ്, നീ അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അയാളുടെ ലക്ഷ്യം എത്ര നീട്ടിക്കൊണ്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ ഇവരറിയുന്നില്ല, 20-25 വയസ്സുള്ള ഇവരുടെ ഒരു വിവാഹ ജീവിതം 10-40 വയസ്സ് വരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എങ്ങും എത്താതെ രണ്ടുപേരും ടെൻഷൻ അടിച്ച് വാശിയടിച്ച് വക്കീലിനും കാശ് കൊടുത്ത് കോടതി മുറികളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവരുടെ ജീവിതമാണ് കോടതി മുറികളിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, വലിച്ചിഴക്കപ്പെടുന്നത്. എല്ലാ ദിവസങ്ങളിലും പോകണം. ഒരാൾ മാത്രമല്ല, ചിലപ്പോൾ ആ ഫാമിലി, മകൾ പോകുമ്പോൾ മകളുടെ ഫാമിലി കൂടെ പോകേണ്ടി വരും. ഈ ഹസ്ബൻഡാണെങ്കിൽ അയാൾ ജോലി കളഞ്ഞിട്ട് പോകേണ്ടി വരും. പക്ഷേ ഇതൊക്കെ വാശിയാണ്. ഞാൻ എങ്ങനെയൊക്കെ നശിച്ചു കഴിഞ്ഞാലും എൻ്റെ മറ്റേ ആൾക്ക് ഞാൻ അത് കൊടുക്കില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ ഡിവോഴ്സ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക്, ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയും, രണ്ടുപേർ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വേ നിങ്ങൾ മ്യൂച്വൽ കൺസെൻറ്റിലൂടെ ഡിവോഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം തകർക്കുന്നത്? ഇതിൽ ഒരാൾക്ക് നിങ്ങളെ താല്പര്യമില്ല എന്നതിൻ്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ താല്പര്യമില്ല എന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ അയാൾക്ക് പണി കൊടുക്കാനാണ് നിങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത്? പണ്ട് ഈ ചാവേറുകളെ കുറിച്ച് കേട്ടില്ലേ? ഞാൻ സ്വയം ഇല്ലാതായിക്കൊണ്ടും മറ്റ് ശത്രുക്കളെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പല വിവാഹബന്ധങ്ങളിലും ഈ ഭാര്യയോ ഭർത്താവോ ഒക്കെ എടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് വേ, നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ല, നിങ്ങളുടെ വേവലെന്തുകൾ ശരിയാവുന്നില്ല, നിങ്ങളുടെ കുടുംബവുമായിട്ട് ചേർന്ന് പോകുന്നില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമാണ്, നിങ്ങളുടെ ആൾ ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് നമുക്ക് ഈ വിവാഹബന്ധം വേർപെടുത്തിയേക്കാമെന്ന് പറയുമ്പോൾ അടുത്ത പാർട്ടി ചിന്തിക്കേണ്ടത്, എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട, എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട എന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. അയാൾ അയാളുടെ വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. നിങ്ങളെ മനസ്സിലാക്കുന്ന മറ്റൊരാൾ വന്നേക്കാം.
എല്ലാ ബന്ധങ്ങളും ഇപ്പം ഈ ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് ക്രിസ്ത്യൻ മതകാല പ്രകാരം പറയുന്നത്. പക്ഷേ നമുക്കറിയാം ദൈവത്തിൻ്റെ ജോലി ഇതൊന്നുമല്ല, മനുഷ്യർ തന്നെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. പലപ്പോഴും പല ബന്ധങ്ങളും പരസ്പരം മനസ്സിലാക്കാതെയാണ് പല ബന്ധങ്ങളും കൂട്ടിയോജിക്കപ്പെടുന്നത്. മിക്ക ബന്ധങ്ങളും ജാതകത്തിൻ്റെ പേരിൽ ചേർന്ന് പോകും, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, ജോലിയുടെ പേരിലൊക്കെയാണ് പല ബന്ധങ്ങളും കൂട്ടിയോജിക്കപ്പെടുന്നത്. പലപ്പോഴും അവരുടെ മാനസിക പൊരുത്തമോ ശാരീരിക പൊരുത്തമോ ഒന്നും നോക്കിയല്ല. ഈ കൂട്ടത്തിൽ ഒരാൾ ഹോമോസെക്ഷൽ ആണോ, അല്ലെങ്കിൽ ലെസ്ബിയൻ ആണോ, ഇനി ബൈസെക്ഷൽ ആണോ, മറ്റെന്തെങ്കിലും സെക്സ് പരമായിട്ടുള്ള ജനത വ്യത്യാസങ്ങളുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാതെ കുടുംബങ്ങളിലേക്ക് എത്തിയിട്ട് നശിച്ചു പോകുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ട്. കിടപ്പറയിൽ പരസ്പരം ശാരീരിക ബന്ധമില്ലാതെ മാറിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏതെങ്കിലും പെണ്ണുകാൾ ചടങ്ങിന് പോകുമ്പോൾ നിങ്ങൾ സെക്സിൽ എങ്ങനെയാണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങോട്ട് ചോദിച്ചാൽ അപ്പം തന്നെ അവിടെ കാര്യം തീർന്നു. തിരിച്ച് പുരുഷൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് സെക്സിൽ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ അയാളോട് അനാവശ്യം പറഞ്ഞോളൂ, ഞാൻ നിമിഷം അവിടെ തീരും. ഇതൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ആദ്യം തുറന്ന് മനസ്സിലാക്കുക. മാനുഷിക ബന്ധങ്ങളിൽ ശാരീരിക ബന്ധത്തിനും സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഒക്കെ വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്ന ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റം കണ്ട് ചിലപ്പോൾ അയ്യോ ഭയങ്കര പാവം മനുഷ്യനാണ് കേട്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വിവാഹം നടന്നിട്ടുണ്ട്. ഒരാളുടെ പെരുമാറ്റം അയാളുടെ സ്വഭാവമല്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു വ്യക്തിയോ 1, 2, 3 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അയാൾ എന്താണെന്നുള്ളത്. അയാളുമായിട്ട് പൊരുത്തപ്പെട്ട് അറിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ആൾ ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ആളെന്നുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരമാവധി 1 വർഷമെങ്കിലും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രമേ കുട്ടികളുടെ കാര്യത്തിലേക്ക് കടക്കുന്നത് അതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഒരു ജീവൻ കൂടെ വെറുതെ നശിക്കുകയാണ്. കാരണം അച്ഛനും അമ്മയും നശിക്കുകയായിരിക്കാം. നിങ്ങൾ മാനസികവും ശാരീരികവുമായിട്ട് അല്ലെങ്കിൽ സ്വഭാവമായിട്ടൊക്കെ പൊരുത്തപ്പെടുമ്പോൾ ഉറപ്പായെങ്കിൽ മാത്രമേ ഒരു പുതുതലമുറയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഡിവോഴ്സുകളുടെ ഏറ്റവും എളുപ്പമുള്ള മാർഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ്.